ഇസ്ലാമിലെ ഖബറുകൾ കെട്ടിപ്പൊങ്ങിച്ചിട്ടില്ല. അപ്പൊ പറയും, ഇത് കാണിക്കുമ്പോൾ പറയുന്നത് വഹാബികൾ അടിച്ചു തകർത്താണ് മുന്നേ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, വഹാബികൾ എന്തിന് ഇത് അടിച്ചു തകർക്കണം? അത് ആലോചിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവർ, ആ ബക്കയിൽ നിന്ന് നോക്കിയാൽ ദൂരെ മദീന പള്ളിയുടെ മിനാരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരൊക്കെയാണ് അവിടെ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ? അശ്റത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട മഹാരഥന്മാരായ സഹാബികൾ അവിടെ കിടക്കുന്നുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവിടെ കിടക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കൂടെ കിടക്ക പങ്കിട്ട, പ്രവാചകന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞുകൊടുത്ത, അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിന് ശേഷം അവരിൽ നിന്നാണ് ജനങ്ങൾ ദീന് പഠിച്ചത്. അവരാണ് പ്രവാചകന്റെ ജീവിതത്തെ ഒപ്പിയെടുത്തത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം അവിടെ കിടക്കുന്നുണ്ട്. ആലോചിച്ചോക്ക് നിങ്ങൾ, അവിടെ ഒരു കെട്ടിടം പോലുമില്ല, അവിടെ ഉയർത്തപ്പെട്ടിട്ടില്ല. അപ്പൊ പറയും, ഇത് കാണിക്കുമ്പോൾ പറയുന്നത് വഹാബികൾ അടിച്ചു തകർത്താണ് മുന്നേ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, വഹാബികൾ എന്തിന് ഇത് അടിച്ചു തകർക്കണം? അത് ആലോചിച്ചിട്ടുണ്ടോ? അത് വഹാബികൾ എന്തിന് ഇത് അടിച്ചു തകർക്കണം? കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നോൺ പെട്രോളിയം റിസോഴ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ, 40% പെട്രോൾ അല്ലാത്ത വരുമാനത്തിലേക്ക് സൗദി അറേബ്യ മാറിക്കൊണ്ടിരിക്കാൻ. നിങ്ങൾക്ക് ഹറമുകളിൽ പോയാൽ അറിയാം എത്രമാത്രം ഭാരിച്ച ചെലവുകളാണ് ഹറമിന്റെ പരിചരണത്തിലുള്ളത്. എത്രമാത്രം ക്ലീനിങ് സ്റ്റാഫാണ് അവിടെ ഉള്ളത്, എത്ര പോലീസുകാരാണുള്ളത്. ആയിരക്കണക്കിന് ക്ലീനിങ് സ്റ്റാഫും ആയിരക്കണക്കിന് പോലീസുകാരും. അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് തന്നെ ഒരു ദിവസം എത്ര മില്യൺ റിയാൽ ചെലവ് വരും. ഈ ചെലവൊക്കെ തങ്ങളുടെ വരുമാനത്തിനല്ലേ സൗദി ഗവൺമെന്റ് എടുക്കുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള ഖബറുകൾ തട്ടിപ്പൊളിച്ചത് കൊണ്ട് കിട്ടുന്ന ഉപകാരം എന്താണ്? കോമൺ സെൻസ് ഉണ്ടാവില്ല മനുഷ്യന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവുമല്ലോ. അതവിടെ നിലനിർത്തിയാൽ, അതിന്റെ പുറത്തൊരു ഭണ്ഡാരം വെച്ചു കൊടുത്താൽ, ലോകത്തിലുള്ള മൾട്ടി ബില്യണേഴ്സ്, നമ്മുടെ നാട്ടിലുള്ള അല്ലറ ചില്ലറ പണക്കാരല്ല, ലോകത്ത് സെക്കൻഡുകളിൽ ബില്യൺ കണക്കിന് വരുമാനം വരുന്ന മൾട്ടി ബില്യണേഴ്സ് കടന്നു വരുന്ന സ്ഥലമാണിത്. ഇവിടങ്ങളിൽ പോയിക്കൊണ്ട് അവർ എന്തും കൊടുക്കാൻ തയ്യാറാവും. ആ ഭണ്ഡാരത്തിലേക്ക് എത്ര പണം വേണമെങ്കിലും. ഈ ഭണ്ഡാരങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റാഫിന് വേറെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ അവരത് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഉഖറവിയായ അവിടുത്തെ ഉലമാക്കൾ, മുജദ്ദിദുകളായ അവിടുത്തെ ഉലമാക്കൾ ഉയർന്നു നിന്നിരുന്ന ഖബറുകൾ തകർത്ത് പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ കൽപ്പനയാണത്. ആ കൽപ്പനയാണ് അവർ പൂർത്തീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന വിഭാഗങ്ങളുടെ കയ്യിലെങ്ങാനും ഹറമൈനിന്റെ അവകാശം, അതിന്റെ ഖിദ്മത്തിന്റെ അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചൂഷണത്തിന്റെ പെരുമഴയായിരിക്കും അവിടെ. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ചൂഷണങ്ങളില്ലാത്ത, പറ്റിക്കലുകളില്ലാത്ത, ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാത്ത, ഉന്നതമായ ഉദാത്തമായ, അടിമയും ഉടമയും തമ്മിൽ മറയില്ലാത്ത ബന്ധം, ഇടയാളന്മാരില്ലാത്ത ബന്ധം, ബ്രോക്കർമാരില്ലാത്ത, ദല്ലാളന്മാരില്ലാത്ത, വീടിന്റെ ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് ഉമ്മനിന്റെ ഹൃദയാന്തരത്തിൽ നിന്ന് ഉയരുന്ന അവന്റെ പ്രാർത്ഥനകൾ, അവന്റെ തേട്ടങ്ങൾ, അവന്റെ കണ്ണുനീരുകൾ മറയില്ലാതെ ആകാശങ്ങൾക്ക് പുറത്തേക്ക് അള്ളാഹുവിന്റെ സബദത്തിലേക്ക് ഉയർന്നു പോകുന്ന ചൂഷണോപാധികളൊന്നുമില്ലാത്ത മഹിതമായ സുന്ദരമായ ആദർശമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.